ഇത് പറമ്പിക്കുളം ആളെ പ്രോജക്റ്റിന്റെ എഗ്രിമെന്റ് ആണ്. ഇത് സൈൻ ചെയ്തിരിക്കുന്നത് തമിഴ്നാടും കേരളവും തമ്മിലാണ്. 1970 സൈൻ ചെയ്തത് മെയ് 29. ഇതിലെന്താണ് പറയുന്നത് പറഞ്ഞാൽ ഭാരതപ്പുഴയ്ക്കും ചാലക്കുടി പുഴയ്ക്കും പെരിയാർ പുഴയ്ക്കും നമ്മൾ വെള്ളം വിട്ടുതരാമെന്നുള്ള എഗ്രിമെന്റ് രണ്ടുപേരും കൂടെ സൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് നമുക്ക് ചിറ്റൂർ പുഴയ്ക്കും മണക്കടവ് ഏരിയയിലേക്ക് നമുക്ക് 7 TMCയും അതേപോലെ ഷോളയാർ റിസർവോയറിലേക്ക് 12 TMCയും വിട്ടുതരാമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, കരാറ് പ്രകാരം കാണിക്കുന്നത്. ഇതാണ് നമ്മൾ പറമ്പിക്കുളം ആളയാർ റിവർ ബേസിന്റെ ഡയഗ്രാം നമുക്ക് കാണുന്നത്. ഇതിൽ ടോപ്പ് നീല കളർ കാണുന്നതാണ് കേരള. അതിന്റെ വലതുവശത്ത് നമ്മൾ കാണുന്നതാണ് തമിഴ്നാട്. ഇത് കേരള സൈഡിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വന്നിട്ട് ഡാമുകളും റിസർവോയറും നമുക്ക് കാണുന്നത്. ഇതിൽ ഏകദേശം വന്നിട്ട് ചുള്ളിയാർ, മീങ്കര ടോപ്പിൽ വന്നിട്ട് മീങ്കര, ചുള്ളിയാർ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് തൂണക്കടവ് ഡാം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഈ നമ്മുടെ പറമ്പിക്കുളം, അതേമാതിരി കേരള ഷോളയാർ, എടമലയാർ റിസർവ്, പിന്നെ ഭൂതത്താൻകെട്ട്, ഇതുവരെ ഇങ്ങനെ താഴ്ന്നു വരുന്നുണ്ട്. ഈ വലതുവശം കാണുന്നതാണ് ഒരു ചെറിയ പൊട്ട് പോലെ കാണുന്ന ആളയാർ ഡാം, അവർ തമിഴ്നാട്ടിലേക്ക്. അതാണ് അവരുടെ കാണുന്നത് ഏറ്റവും വലിയ റിസർവോയർ കാണുന്നത്. പക്ഷെ നമ്മുടെ ഇതിൽ ഒരുപാട് റിവർ ബേസിൻസും അതേപോലെ നദികളും നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് പറമ്പിക്കുളം ആളയാർ പ്രൊജക്ടിന്റെ PAP ഡയഗ്രാം. ഈ PAP ഡയഗ്രാം ഇതെന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വന്നിട്ട് പറമ്പിക്കുളം ആളയാർ പ്രൊജക്റ്റിൽ നമുക്ക് ഏകദേശം വന്നിട്ട് 10 ഡാമും 6 ടണലും 7 കനാലാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇതിൽ വന്നിട്ട് ഏകദേശം ബെനിഫിറ്റ് വന്നിട്ട് 1.74 ലാക്ക് ഹെക്ടർ ഓഫ് ലാൻഡ് വന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കൃഷി അനുയോജ്യമാക്കാൻ പറ്റും. അതാണ് ഇതിന്റെ കൂടെ ഉള്ള ഉപകാരമായ ഇതിന്റെ ഈ പ്രൊജക്ടിന്റെ ഗുണം. അപ്പോൾ ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്റ്റാർട്ടിങ് വന്നിട്ട് നമ്മൾ തമിഴ്നാട് നിന്നാണ് കൺസിഡർ വരുന്നത്. തമിഴ്നാട് വന്നിട്ട് അപ്പർ നീരാറുണ്ട്, ലോവർ നീരാറുണ്ട്. ഈ അപ്പർ നീരാറും ലോവർ നീരാറിനും വെള്ളം വന്നിട്ട് തമിഴ്നാട് ഷോളയാർ റിസർവോയറിലേക്കാണ് പോണത്. ഈ 1.4 പറയുന്നത് 1.4 MCM എന്നാണ് ഇതിൽ പറയുന്നത്. 1.4 പറയുമ്പോൾ എത്ര ലിറ്റർ കൊള്ളും പറഞ്ഞാൽ 140 കോടി ലിറ്റർ വെള്ളം ഇതിൽ നമുക്ക് സംഭരണശേഷി ഉണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ അപ്പർ നീരാറിൽ 20 കോടി ലിറ്റർ വെള്ളം സ്റ്റോർ ആവുന്നുണ്ട്. ഈ രണ്ടെണ്ണവും കൂടെ ചേർന്ന് ഈ ഷോളയാറിലേക്ക് പോകും. അതായത് 146 MCM ആണ് വെള്ളം ഇതിൽ കപ്പാസിറ്റി. അതായത് 14,600 കോടി ലിറ്റർ വെള്ളം ഇതിൽ സംഭരണശേഷിയുണ്ട്. ഇതിന്ന് പവർ ജനറേഷൻ 2 പ്രാവശ്യം പവർ ജനറേഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് വന്നിട്ട് പവർ ജനറേഷൻ ചെയ്തിട്ട് കേരള ഷോളയാറിലേക്ക് പോകുന്നുണ്ട്. ഇതിൽ ഏകദേശം 150 MCM ആണ്. അതായത് 115,000 കോടി ലിറ്റർ ഇതിൽ വെള്ളം സംഭരണിയുണ്ട്. അതിനുശേഷം ഇത് പവർ ജനറേഷൻ ചെയ്യുന്നുണ്ട്. ഈ പവർ ജനറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആതിരപ്പള്ളി വാഴച്ചാലിൽ ആ ഏരിയയിലേക്ക് ഈ വെള്ളം പോകുന്നത്. അതേപോലെ തന്നെ രണ്ടാമത് പവർ ജനറേറ്റ് ചെയ്തിട്ട് ഇത് പറമ്പിക്കുളം റിസർവോയറിലേക്കാണ് ഇത് വരുന്നത്. ഈ പറമ്പിക്കുളം റിസർവോയറാണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അതായത് 381 MCM ആണ് ഇതിൽ കപ്പാസിറ്റി. അതായത് 38,100 ലിറ്റർ വെള്ളം ഇതിൽ സ്റ്റോർ ആക്കാൻ പറ്റും എന്നാണ് ഇതിൽ പറയുന്നത്. അതേപോലെ അത് കഴിഞ്ഞിട്ട് തൂണക്കടവിലേക്കാണ് ഇതിൽ പോകുന്നത്. അതായത് 8 MCM ആണുള്ളത്. അതായത് 800 കോടി ലിറ്റർ വെള്ളം ഇതിൽ സ്റ്റോർ ആവും. അത് കഴിഞ്ഞ ശേഷം പവർ ജനറേഷൻ ചെയ്യുന്നുണ്ട്. പവർ ജനറേഷൻ ചെയ്തിട്ടാണ് ഇതിൽ നിന്നാണ് നമുക്ക് ആളയാറിലേക്ക് പോകുന്നത്. ഇത് ആളയാറിന് പോയിട്ടാണ് നമുക്ക് വന്നിട്ട് ചിറ്റൂർ പുഴയ്ക്ക് ഇവിടുന്ന് പോകുന്നത്. ഇവിടുന്ന് പവർ ജനറേഷൻ ചെയ്ത ശേഷം ഇവർ വന്നിട്ട് കൊണ്ടൂർ കനാലിൽ കൂടെ തിരുമൂർത്തിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ട കാര്യം. ഇവരിവിടെ ഡാം സെറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഇപ്പോൾ പ്രപ്പോസൽ കഴിഞ്ഞ അവർ DMK ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഇവിടെ വരുന്നതാണ് തോന്നുന്നത്. അതേപോലെ തന്നെ എനിക്കൊരു ആശയം ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണ് പറമ്പിക്കുളം അഥവാ തൂണക്കടവും ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിന്ന് എന്താ പറയുക, ഒരു കെനാലോ ഇതേപോലെ എന്തെങ്കിലും ഒരു സെറ്റ് ചെയ്തിട്ട് നമ്മുടെ റിസർവോയറിലേക്ക് നമ്മുടെ ഇതിന്റെ താഴെയാണ് ചുള്ളിയാർ, മീങ്കര, അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള റിസർവോയർ, അതായത് ചിറ്റൂർ പുഴയ്ക്ക് നമുക്ക് എടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇതെനിക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് നമുക്കറിയില്ല. ഇതൊന്ന് എൻ്റെ മാത്രം ഐഡിയ ആണ്. അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് മൊത്തമായിട്ട് പറമ്പിക്കുളം ആളയാർ പ്രോജക്റ്റിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.